ദൈവത്തിന് സ്തോത്രം. മനോഹരമായ സായാഹ്ന സമയം കർത്താവ് ദാനമായി നൽകിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിനെ സാക്ഷിപ്പാൻ തക്കോണം കർത്താവ് ഒരു സമയം നൽകിയതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് പാസ്റ്റർ എ ജെ ദേവനാരായണൻ എന്ന ബാബു ദേവനാരായണൻ എന്നാണ്. ദൈവത്തിൻ്റെ അത്യന്ത കൃപയാൽ 45 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദർശനത്തിൽ കൂടി ക്രിസ്തു യേശുവിനെ കണ്ടെത്തുവാൻ തക്കണം ഇടയായി തീർന്നു. ഈശ്വര ചിന്തയിതൊന്നീ മനുജനു ശാശ്വതമീയുലകിൽ. ഈശ്വര ചിന്തയിതൊന്നീ മനുജനു ശാശ്വതമീയുലകിൽ. സാക്ഷാൽ ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും നിത്യതയിലും ഉള്ളതും. എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ 27ാമത്തെ വയസ്സിൽ ക്രിസ്തു യേശുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് പെരിന്തൽമണ്ണ താലൂക്കിലെ പുലാമന്തോളിനടുത്ത് തിരുനാരായണപുരം എന്ന സ്ഥലത്താണ്. ആറ്റാശ്ശേരി തോളൂർ ജന്മത്തിൽ എന്നുള്ള ഭവനത്തിൽ 3 ദേവസ്വങ്ങളും 250 ഏക്കർ ഭൂസ്വത്ത് ജന്മമായിട്ടുള്ളൊരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് എൻ്റെ ബാല്യത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണിടയായിത്തീർന്നു. എൻ്റെ പിതാവ് വെല്ലൂരിലെ ഫിഗർ പ്രിൻ്റ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തൻ്റെ 42ാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മ 36ാമത്തെ വയസ്സിൽ ഒരു വിധവയായി തീർന്നു. അമ്മയ്ക്ക് ഒരു മകൻ ജനിച്ചതിന് ശേഷം 10 വർഷത്തോളം മക്കളില്ലായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ജനിച്ചത്. ഞാൻ 8ാമത്തെ മകനാണ്, ഏറ്റവും ഇളയ മകൻ. അതിൽ 4 പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അവർ 2.5 വയസ്സ് 3 വയസ്സുള്ള മരിച്ചു. അതിനുശേഷം അമ്മയുടെ 40ാമത്തെ വയസ്സിൽ ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്തിരുന്നു എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ. ഇതേപോലെ ഒരു സായാഹ്നത്തിൽ 5:30 മണിക്ക് ചെന്നൈയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ കുളിക്കടവിൽ കുളിക്കാൻ വേണ്ടി ഭാരതപ്പുഴയിൽ പോയതാണ്. എന്നാൽ നീന്തൽ അറിയാത്തത് കൊണ്ട് ആറ്റിൽ വീണ് മരിക്കുവാൻ തക്കൊണ്ടിടയായിത്തീർന്നു. ആ ദേശനിവാസികൾ ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർ ചങ്ങാടം കെട്ടിയും വെള്ളം ഇറക്കിയും എല്ലാം തിരഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ രാത്രി 12 മണിക്ക് ഡെഡ് ബോഡി കിട്ടി. ഇന്ന് ഒരു 6 മണിയാകുന്ന സമയത്ത് എൻ്റെ അമ്മയെ ഞാൻ ഓർക്കുവാൻ തക്കൊണ്ടിടയായിത്തീരും. കാരണം അമ്മ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിൽ തല തല്ലി കരഞ്ഞുകൊണ്ട് എന്തിന് എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നു എന്നോർത്ത് പറഞ്ഞുകൊണ്ട് വിലപിപ്പാൻ തക്കൊണ്ടിടയായിത്തീർന്നു. അത് സാമ്പത്തികമായിട്ട് സകല നന്മകളും ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യം എന്തെന്നറിയാതെയാണ് വളർത്തപ്പെട്ടത്. പഠിക്കുന്ന സമയത്ത് വിദ്യാലയത്തിൽ പോകുമ്പോൾ കൃത്യമായിട്ട് അവർ പറയുന്ന വഴിക്ക് പോകണം, തിരിച്ചു വരണം, ആരോട് സംസാരിക്കുവാനോ ഒന്നിനും അനുവാദമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വിദ്യാലയത്തിൽ നിന്ന് കടന്നു വന്ന് പുസ്തകമെല്ലാം ഭൂമത്ത് വെച്ച് ഞങ്ങളുടെ തെക്കേതിരെ ഭാരതപ്പുഴയാണ്. ഞങ്ങളുടെ കുളിക്കടവിൽ പോയി കുളിച്ച് വന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ പൂജയ്ക്ക് ആളെ വെച്ചിട്ടുണ്ട്. അവർ വന്നില്ല എങ്കിൽ ഞങ്ങൾ പൂജ നടത്തുവാൻ തക്കണിടയായിത്തീരും. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കൃത്യമായി ചെയ്താൽ തന്നെയും വൈകിട്ട് നാമം ചൊല്ലി ഗുണന പട്ടികയെല്ലാം ചൊല്ലി കേൾപ്പിച്ചാൽ സൗജന്യമായിട്ട് ഏതെങ്കിലും കാരണം പറഞ്ഞ് 4 അടി കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ GPF തന്നെ ആ കാലത്ത് 6500 രൂപ ലഭിച്ചിട്ടുണ്ട്. 1956. സാമ്പത്തികമായിട്ട് എല്ലാ നന്മകളുണ്ടായിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം എന്തിനാണ് എന്ന് ചിന്തിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ നിത്യനരകത്തിന് എന്നെ ആവശ്യമില്ലാത്തത് കൊണ്ട്, നിത്യനായ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ജീവനോടെ എൻ്റെ പ്രാണൻ തിരികെ ലഭിപ്പാൻ തക്കണിടയായിത്തീർന്നു. ആ കാലത്ത് 1970 പെരിന്തൽമണ്ണയിൽ 3 നഴ്സിംഗ് ഹോമും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുമാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ ബാബുക്കുഞ്ഞ്, ഡോക്ടർ വാര്യർ, ഡോക്ടർ MS നായരെല്ലാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സായിരുന്നു. എന്നാൽ ഇതൊരു ക്രിട്ടിക്കൽ കേസായതുകൊണ്ട് അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പ്രിപ്പയർ ചെയ്തു. എന്നാൽ എനിമെല്ലാം തന്നതിന് ശേഷം 36 ഇഞ്ചക്ഷൻ ചെയ്ത് അന്ന് ജീവൻ തിരികെ ലഭിച്ചു. അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു,
ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു ബ്രഹ്മചര്യ സന്യാസ ജീവിതം ആഗ്രഹിച്ച് മുൻപോട്ട് പോയ വ്യക്തിയാണ്. അങ്ങനെ പഠിച്ചു, ജോലി കിട്ടി. മധുരയുടെ തമിഴ്നാട്ടിലായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിപ്പാൻ തക്കണിടയായിട്ടുണ്ട്. അതേപോലെ കേരളത്തിലും നോമ്പ് വ്രതങ്ങളും എടുത്ത് എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അനേക പുസ്തകങ്ങൾ വായിക്കുവാൻ തക്കണിടയായിട്ടുണ്ട്. അപ്പോൾ അതിൽ ജ്ഞാനദീപം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ കൂടി യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാനിടയായി. സ്വാമി വിവേകാനന്ദൻ 2 അധ്യായങ്ങളോളം യേശു ക്രിസ്തു ആരാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വാക്യം ഇപ്രകാരം പറയുന്നു: നസറേത്ത് നൽകി തന്ന ക്രിസ്തു യേശുവിനെ ഞാൻ അറിയുന്ന പക്ഷം ദൈവകുമാരനായിട്ടല്ലാതെ ഒരിക്കലും സാധ്യമല്ല. പക്ഷേ നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ഏക ദൈവമായിട്ട് നിങ്ങൾക്ക് എന്ന് ബോധ്യമാകുന്നുവോ അന്ന് മാത്രം നിങ്ങൾ ക്രിസ്തു യേശുവിനെ ആരാധിക്കണം. ബഹുദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശു ക്രിസ്തുവും ഒരു ദൈവം എന്ന് വിചാരിച്ച് യേശുവിനെ ആരാധിക്കുന്ന പക്ഷം അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. അന്ന് വായിക്കാൻ കഴിഞ്ഞെങ്കിലും അനുസരിക്കാനൊന്നും കഴിഞ്ഞില്ല. സുവിശേഷം കേൾക്കാനോ സുവിശേഷ പ്രസംഗം കേൾക്കാനോ ലഘുലേഖ വായിക്കാനോ ഒന്നുമുള്ള ഒരു അവസരം കിട്ടിയില്ലായിരുന്നു. എന്നാൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ കടന്നു ചെന്നൊരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് ശേഷിപ്പുള്ള ജീവിതകാല ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കണം എന്നുള്ള താല്പര്യത്തോടെ അമ്മയെ വിളിച്ചുകൊണ്ട് പോകാൻ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ പറഞ്ഞു, വീടിൻ്റെ നന്മയ്ക്ക് സഹോദരന്മാരുടെ ഉയർച്ചയ്ക്കും വേണ്ടി ഒരു സുദർശന ചക്രഹോമം വീട്ടിൽ നടത്തണമെന്ന്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീടിൻ്റെ ഉയർച്ചയ്ക്ക് സഹോദരന്മാരുടെ നന്മയ്ക്ക്. അപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു കാര്യമുണ്ട്, എന്ത് കാര്യം ചെയ്താലും കൃത്യനിഷ്ഠയോടുകൂടെ ആയിരിക്കണം, കൃത്യമായിരിക്കണം എല്ലാം. അപ്പോൾ അതിൻ്റെ വിധി പോലെ എല്ലാം ചെയ്യുവാൻ തക്ക ഇടയായി. എന്നാൽ ആ യാഗം നടത്താൻ വന്ന തന്ത്രി മന്ത്രം തെറ്റി ചൊല്ലിയപ്പോൾ ഞാനത് ശരിയായിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്ന മാതിരിയാണതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ആ സമയത്ത് പുസ്തകം ഉണ്ടായിരുന്നു അതേക്കുറിച്ചുള്ളത്. ഞാനതിൽ നിന്ന് വായിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ വീട്ടിലെ പഠിപ്പിച്ചിരിക്കുന്നത് അതിഥി ദേവോ ഭവ എന്ന്. നമ്മുടെ വീട്ടിൽ വരുന്നവനെ ദൈവത്തിന് തുല്യമായിട്ട് സ്വീകരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ഇനി എവിടെ പോയാലും ഇമാതിരി ചെയ്യരുത് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോയി. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ദുഷ്ടലോകത്തിൽ ഒരു സത്യദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാശിയിൽ, രാമേശ്വരത്ത്, തിരുപ്പതിയിൽ, ശബരിമലയിൽ എന്ന് വേണ്ട കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ പുണ്യസ്ഥലങ്ങളിലും ഞാൻ വന്നിട്ടില്ലേ. അതേപോലെ എന്തുകൊണ്ട് എനിക്ക് സത്യദൈവത്തെ മനസ്സിലാക്കി തന്നില്ല എങ്കിൽ നാളത്തെ പ്രഭാതം ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് എന്നോട് കരുണ തോന്നി. അതുല്യമായൊരു പ്രകാശത്തിൽ അർദ്ധരാത്രി 1:30 മണിക്ക് ക്രിസ്തു യേശുവിനെ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ ഈ ബലഹീനമായ വലം കൈപിടിച്ച് എന്നോട് കർത്താവ് സംസാരിച്ചു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും, ഒരു നാളും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഈ കണ്ട ക്രിസ്തു യേശുവിനെ ആണെങ്കിൽ ഈ മാർഗ്ഗമൊന്നും അറിയത്തില്ല. എന്നാൽ പിറ്റേ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു. ആ ശനിയാഴ്ച ഞാൻ തമിഴ്നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതുന്നതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു കുറുപ്പിൻ്റെ വീട്ടിൽ പോയിരുന്ന തമിഴിൽ കത്തെഴുതിക്കൊണ്ടിരുന്നപ്പോൾ AK അബ്രഹാം എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ, എനിക്ക് അദ്ദേഹം ദൈവദാസനാണെന്നൊന്നും അറിയത്തില്ല, അദ്ദേഹം അവിടെ കടന്നു വരുവാനും അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന തമിഴ് അദ്ദേഹം വായിക്കാൻ തക്കണിടയായി തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു, കൂടുതൽ അറിയാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സത്യവേദ പുസ്തകം വാങ്ങിച്ച് വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുഖാന്തരം ഹോളി ബൈബിൾ വായിക്കുവാൻ തക്കണിടയായി തീർന്നു. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന ഭാഗം ഞാൻ വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുന്ന മാതിരി എനിക്ക് വ്യക്തമായിട്ട് തോന്നി. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ യാഗമൃഗം എവിടെയെന്ന് ഇസാക്ക് പിതാവായ അബ്രഹാമിനോട് ചോദിച്ചപ്പോൾ മകനെ യഹോവ കരുതിക്കൊള്ളും, യഹോവ ഇരയെന്ന് പറഞ്ഞു. ആ വാക്യം വായിച്ചപ്പോൾ ഈ വാക്യം എനിക്ക് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിക്കാൻ അവിടെ അറിവുള്ളവരാരുമില്ല ഈ വചനത്തെക്കുറിച്ച്. അപ്പോൾ അതിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. ഓരോ പേജുകളായി മറിച്ചുകൊണ്ടിരുന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈ വാക്യം കാണുവാൻ തക്കണിടയായി തീർന്നു.
പിറ്റേ ദിവസം അദ്ദേഹത്തോട് ഒന്നിച്ച് പ്രാർത്ഥനാലയത്തിൽ പോകാനിടയായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിനോട് സ്നാനപ്പെടണമെന്ന് എനിക്കൊരു പ്രത്യേക എന്തൊരു അനോയിൻമെൻറ്റ് എനിക്ക് ലഭിച്ചു. സ്നാനപ്പെടണമെന്നൊരു പ്രത്യേക താല്പര്യം. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ PJ മാമച്ചൻ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൊയിലാണ്ടി പുതിയ നിരത്തുന്ന സ്ഥലത്ത് ഒരു ഓൾഡ് ഏജ് ഹോം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ബാബു വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കൂ, മധുരയിലെ ഒരു പാസ്റ്ററിൻ്റെ അഡ്രസ്സ് ഞാൻ തരാം, അവിടെ പോയി സ്നാനപ്പെട്ടാൽ മതി. ഇവിടെ സ്നാനപ്പെട്ടാൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകും, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. എൻ്റെ കൽപ്പനകൾ, എന്നെ സ്നേഹിച്ച എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിനോടൊന്നിച്ച് ഞാനും എൻ്റെ പിതാവും അവനോട് കൂടെ ഇരിക്കും. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ അവനെയും സ്നേഹിക്കും എന്നുള്ള വാക്യം കിട്ടിയപ്പോൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും എൻ്റെ കുടുംബത്തിലെല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ക്രിസ്തു യേശു എന്നോട് സംസാരിച്ചു, എനിക്ക് ദൈവികമായ സമാധാനം ലഭിച്ചെന്നാണ്. അതിനു മുൻപ് എൻ്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം ചോദിക്കുമായിരുന്നു, ബാബു നിനക്ക് ഈ പ്രായത്തിൽ എന്താണ് മനോവിഷമം? എപ്പോഴും എൻ്റെ വേഷം ജോലി കഴിഞ്ഞുള്ള സമയത്ത് രുദ്രാക്ഷമാലയും തുളസിമാലയും എപ്പോഴും കഴുത്തിലുണ്ടായിരിക്കും. നീല ഷർട്ടും കാവ്യമുണ്ടുമായിരുന്നു. അനേകർക്ക് ഭസ്മവും കുങ്കുമവും എല്ലാം കൊടുത്ത് ജീവിതം ഒന്നേ ഉള്ളൂ, സമാധാനമായിരിക്കണം, മദ്യപിക്കരുത്, മറ്റൊരു ദുഷ്പ്രവൃത്തിക്ക് പോകരുതെന്നൊക്കെ അറിയാവുന്ന രീതിയിൽ ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനേകരോട് ഹോസ്പിറ്റലുകളിലും ഗ്രാമപ്രദേശങ്ങളിലും കടന്നു നിന്ന് അന്ന് ലഭിക്കാത്ത വ്രതങ്ങളും നോമ്പും എടുത്ത് വിവിധ പുണ്യസ്ഥലങ്ങളിൽ പോയപ്പോൾ ആ സമയത്തൊരു സമാധാനം പിന്നെ ഇല്ല പോയി വന്നാൽ. എന്നാൽ കർത്താവിനെ കണ്ടതിന് ശേഷം ദൈവികമായ സമാധാനം എനിക്ക് ലഭിച്ചു. തുടർന്ന് സ്നാനപ്പെട്ട പിറ്റേ ദിവസം തന്നെ ജോലിയുള്ള ബന്ധത്തിലെ ജോലി സ്ഥലത്തേക്ക് കടന്നുപോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവിനോട് വീണ്ടും അർദ്ധരാത്രി 1:30 മണിക്ക് എന്നോട് സംസാരിച്ചു, ഇന്ന് രാത്രി നീ എഴുന്നേറ്റ് നോക്കിയാൽ എത്ര പേര് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കുടിലുകളിലും കടത്തണ്ണകളിലും മരത്തിൻ്റെ ചുവട്ടിലും വലിയ വീടുകളിലും എല്ലാം ആയിട്ട് ഇരിക്കുന്നു. ഇവരെക്കുറിച്ച് നിനക്കൊരു ചിന്തയുമില്ലേ? നീ മുൻപ് എങ്ങനെയുള്ളവനായിരുന്നു, ഇപ്പോഴെങ്ങനെയുള്ളവനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, കർത്താവിനെ കണ്ടെത്തുന്നതിന് മുൻപ് ഉറക്കുഗുളിക കഴിച്ചാൽ പോലും എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. ആ കർത്താവിനെ കണ്ടതിന് ശേഷം തൻ്റെ ഭക്തന്മാർക്ക് അവൻ ഉറക്കം കൊടുക്കുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രകാരം ഏത് സമയത്ത് വേണേലും നല്ല ഉറക്കം ലഭിക്കും. ആരാധനയുടെ സമയത്തും തിരുവചനം ധ്യാനിക്കുമ്പോഴും അല്ലാതെ ഉറങ്ങത്തില്ല, അല്ലാതെ ഉറങ്ങും. ഈ സമയത്ത് ഒരിക്കലും ഉറങ്ങത്തില്ല. കർത്താവിനെ ആരാധിക്കും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ. അപ്പോൾ അങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവികമായ സമാധാനം ലഭിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി എന്നോട് സംസാരിച്ചത് കർത്താവാണ് എന്നുള്ളത്. അത് തുടർന്ന് ജോലി രാജിവെച്ചതിന് ശേഷം അനേക പ്രതികൂലങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞാൻ സ്നാനപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ പടിയടച്ച് പിണ്ണം പൊത്തി ഭ്രഷ്ട് കൽപ്പിച്ച് എന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്നാൽ ദൈവം വിശ്വസ്തനാണ് എന്ന് ഗ്രഹിപ്പാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് 1 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയ മാതാവ് വലത് കയ്യും കാലും തളർന്ന് രോഗക്കിടക്കയിലായിരുന്നപ്പോൾ അവസാനമായിട്ട് അവരെ ഒന്ന് ചെന്ന് കാണുവാൻ തക്കണോ പെർമിഷൻ ലഭിച്ചു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഇപ്രകാരം ആ കത്തിൽ എഴുതിയിരുന്നു, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ യശസ്സിനെ നീ തേജോവധം ചെയ്യരുത്. നീ ഒരു നസ്രാണിയായി തീർന്നു നാട്ടിലെല്ലാം നടന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടോ വലിയ പ്രയാസം തോന്നി. തേജോവധം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ 27 വയസ്സ് വരെയും ഞാൻ ജോലിയുള്ള ബന്ധത്തിലായിരുന്നപ്പോഴും എൻ്റെ കുടുംബത്തിലെ ഫസ്റ്റ് കസിൻസിന് ഏത് പ്രശ്നം വന്നാലും ഞാൻ അറിയും. അവിടെ കടന്നു ചെന്ന് അവരോട് സംസാരിച്ച് സോൾവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമായിരുന്നു. ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്, അമ്മ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വരുവാൻ സഹായിക്കണമെന്ന്. ആ സമയത്ത് ഞാൻ ആദ്യം ദൈവവചനം പഠിച്ചത് കരിക്കത്താണ്, സായാഹ്നദീപ വേദപരിശീലന കേന്ദ്രത്തിൽ. തുടർന്ന് ഗ്രേസ് ബൈബിൾ കോളേജിലും അതുപോലെ കുമ്പനാട് ഹെബ്രോനിലും ഇന്ത്യ ബൈബിൾ കോളേജിലും എല്ലാം ഇന്ത്യ ബൈബിൾ കോളേജിൽ ഫസ്റ്റ് ഗ്രാജുവേറ്റാണ്. ഫസ്റ്റ് PGക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ള ഭാഗ്യം ദൈവം നൽകി തന്നു. എന്നാൽ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പ്രാർത്ഥന കേട്ടു. ഏറിയോന്ന് ചെലവഴിച്ചിട്ട് സൗഖ്യമില്ലാതിരുന്ന സ്ത്രീയുടെ അനുഭവം ഞാൻ എൻ്റെ അമ്മയോട് ഷെയർ ചെയ്യാൻ തക്കണ്ടിടയായത്. ഒരു സൺഡേയിലാണ് ഞാൻ അവിടെ ചെന്ന്. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ ഓടിപ്പോയില്ല. ഞാൻ സ്നാനപ്പെട്ട ചർച്ചിൽ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കടന്നുപോയി. അപ്പോൾ മാമച്ചായൻ എന്നോട് ചോദിച്ചു, ബാബുദേവനാരായണന് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കുടുംബക്കാരെല്ലാം ലെറ്റർ എഴുതി അവരെല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു. മാനസികമായ അസ്വസ്ഥതയുണ്ട്, എൻ്റെ മാതിരിയാണ്, യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാണ് നടക്കുന്നതെന്നാണ്.
അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അതെനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് യാതൊരു ദൈവം സഹായിച്ച് ഈ സമയം വരെയും ഒരു കുഴപ്പവുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മുൻപ് ഞാൻ ആരോടും ആവശ്യമില്ലാതെ സംസാരിക്കത്തില്ലായിരുന്നു. എൻ്റെ ജോലി, ഞാൻ താമസിക്കുന്ന സ്ഥലം, അത്യാവശ്യ കാര്യങ്ങൾ മാത്രം. എന്നാൽ കർത്താവിനെ കണ്ടതിന് ശേഷം, സ്നാനപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ ക്രിസ്തുയേശു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ കർത്താവ് സമാധാന പ്രഭുവും നമുക്ക് ആശ്വാസം നൽകി തരുന്നു, നിത്യജീവൻ്റെ ഉറവിടവും നമ്മുടെ ബെസ്റ്റ് കമ്പാനിയനുമാണ്. പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ വലം കൈ പിടിച്ച് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തന്ന് ശാശ്വതമായ ഭവനത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന കർത്താവാണ് എന്നുള്ള കാര്യം മറ്റുള്ളവരോട് പറയുമെന്നേ ഉള്ളെന്നാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു, നീ എൻ്റെ ദാസനോടാണ് സംസാരിച്ചത്, നീ ക്ഷമ പറയണമെന്നാണ്. ഞാൻ പെട്ടെന്ന് മാമച്ചാനെ വിളിച്ച് പറഞ്ഞു, മാമച്ചായ ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം, മാമച്ചാൻ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞതെങ്കിലും മാമച്ചാൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അദ്ദേഹം പറഞ്ഞു, സാരമില്ല ബാബു എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ബാബു പറയാനിടയായി തന്നു, അതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലെന്നാണ്. അയാൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ച് ആഹാരം കഴിച്ചതിന് ശേഷം ഭവനത്തിൽ ചെന്ന് ഏറിയോന്ന് ചെലവഴിച്ചിട്ട് സൗഖ്യമില്ലാതിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ അവൾക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ രോഗസൗഖ്യം പ്രാപിക്കുവാൻ തക്കൊണ്ടിടയായി തീർന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അമ്മയുടെ തിരുവചനത്തിൽ വായിച്ച് മനസ്സിലാക്കി കേൾപ്പിക്കുവാൻ തക്കൊണ്ടിടയായി തീർന്നു. അപ്പോൾ അമ്മ കൃപയാൽ ക്രിസ്തുയേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുവാനും എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ സ്പോട്ടിൽ തന്നെ പരിപൂർണമായ സൗഖ്യം ലഭിച്ച് അവർ എഴുന്നേറ്റ് ഇരിക്കുവാൻ തക്കൊണ്ടിടയായി തീർന്നു. തുടർന്ന് എഴുന്നേറ്റ് നടന്നു. ആ അമ്മയെ സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യവും ദൈവം എനിക്ക് നൽകി തന്നു. ഗ്രേസ് ബൈബിൾ കോളേജിലെ പഠനത്തിനായി കടന്നുപോയി 3 മാസം കഴിഞ്ഞ സമയത്ത് കർത്താവ് ഒരു പ്രേരണ തന്നു, 3 ദിവസം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ബെഡിൽ വിശ്രമിക്കുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ ഒരു 2 മണി ഏകദേശമായി കാണും. പെട്ടെന്ന് കർത്താവിനോട് സംസാരിച്ച്, ഇന്ന് രാത്രി നിൻ്റെ അമ്മ മരിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ എന്ത് ചെയ്യാനാ, ഡെഡ് ബോഡി പോലും എനിക്ക് കാണാൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് കടന്നു ചെന്ന് അമ്മയെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എൻ്റെ 4 അങ്കിളുമാരുണ്ട്, അമ്മയുടെ 3 സഹോദരിമാരുണ്ട്, എൻ്റെ 2 ജ്യേഷ്ഠന്മാർ എന്നേക്കാളും പ്രഗത്ഭന്മാരും മിടുക്കന്മാരുമായിട്ടുണ്ട്, അവരൊക്കെ പോരെ. ഞാൻ എൻ്റെ കുടുംബസ്വത്തൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, അമ്മയുടെ ഷെയറും എനിക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ ജോലിയുള്ള ബന്ധത്തിലും എല്ലാം വീട്ടിലേക്കാണ് നോക്കിയത്. എല്ലാം എൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരായിരുന്നു. അപ്പോൾ ഞാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് കർത്താവ് ക്രൂശിൽ കിടക്കുന്ന ഭാഗം എൻ്റെ കൺമുൻപിൽ കാണിച്ചു തരുവാൻ തക്കൊണ്ടിടയായിത്തീർന്നു. തന്നെ പ്രസവിച്ച തൻ്റെ അമ്മ ക്രൂശിനരികെ നിൽക്കുന്നു, താൻ ഏറ്റവും സ്നേഹിച്ച സ്നേഹിതൻ ക്രൂശിനരികെ നിൽക്കുന്നു. കർത്താവ് സ്നേഹിതനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അന്ന് മുതൽ അവൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ വചനപ്രകാരം ജീവിച്ച് അനേകരെ ദൈവവചനം പഠിപ്പിച്ച് അനേകരെ ദൈവകൃപയിൽ വളർത്തുവാനാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു. പിന്നീട് ആ ഭാഗം മാഞ്ഞുപോയി. പിറ്റേ ദിവസം അവിടെ നിന്ന് യാത്ര തിരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അന്ന് ഞങ്ങളുടെ ഡീനെ പാസ്റ്റർ ജോയി കൊളുക്കടയായിരുന്നു. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞങ്ങളുടെ മലബാറിലെ വെൺമണിയിൽ നിന്ന് കടന്നു വന്ന സെൻട്രൽ പാസ്റ്ററായി ശുശ്രൂഷ ചെയ്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ വി ജി ജോർജ് അപ്പച്ചൻ്റെ മൂത്ത മകൾ മേരിക്കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും പോകരുത്, ടീച്ചേഴ്സ് താമസിക്കുന്ന റൂമിൽ തന്നെ താമസിക്കാൻ, ഞങ്ങളെല്ലാ ഫുഡും അതേമാതിരി തന്നെ തരാമെന്നുണ്ട്. അപ്പോൾ എൻ്റെ 3 മാസികകൾ എൻ്റെ അനുഭവസാക്ഷി പബ്ലിഷ് ചെയ്തിരുന്നു, പ്രാർത്ഥിപ്പിൻ, ജീവധ്വനി, അതുപോലെ വേറൊരു മാസികയിലും കൂടെ. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അതെല്ലാം മേശപ്പുറത്തുണ്ടായിരുന്നു. അവിടെ കാണുന്ന മാസികയിലുള്ളത് എൻ്റെ അനുഭവസാക്ഷ്യമാണ്. കർത്താവ് പറഞ്ഞതനുസരിച്ചില്ല എങ്കിൽ എനിക്ക് പിന്നീട് ഒന്നും ലഭിക്കുകയില്ല, അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്നാണ്. കണ്ണുനീരോടെ യാത്ര തിരിച്ചെങ്കിലും മലബാറിൻ്റെ ഭാഗത്ത് കടന്നു നിന്ന് എൻ്റെ അമ്മയെ പെരുമ്പാവിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനും അമ്മയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുന്ന സമയം വരെ പറഞ്ഞേച്ച അമ്മ പോയത്. 1983 സെപ്റ്റംബർ 11 പറഞ്ഞു, ഇനി 3 ദിവസമുണ്ടായിരുന്നു. മകനെ നീ എന്നോട് ക്ഷമിക്കണമെന്നാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുടുംബസ്വത്തോ എൻ്റെ ഷെയറോ ഒന്നും നിനക്ക് തരാൻ കഴിഞ്ഞില്ല,
ക്ഷമിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കാര്യം എന്തായാലും നമ്മൾ ദൈവമക്കളായി തീർന്നല്ലോ, നിത്യതയിലും എനിക്ക് അമ്മയോടൊന്നിച്ച് കാണാൻ പറ്റുമല്ലോ, ആ സന്തോഷമുണ്ട്, അത് മാത്രം മതിയെന്നുണ്ട്. രാവിലെ 8:30 മണിക്ക് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാണ് എൻ്റെ അമ്മ കടന്നുപോയത്. അതിനുശേഷം എനിക്കൊരു വിവാഹാലോചന വന്നു. അത് ചെന്ന് കണ്ടു. ബ്രദർ TS തോമസിൻ്റെ ഭവനത്തിൽ ആണ് അന്ന് കടന്നു വന്ന് വിശ്രമിച്ചത്. ഇന്ന് അദ്ദേഹം പാരീസ് ജംഗ്ഷനിൽ താമസിക്കുന്നു, വെയിറ്റില ജനതയ്ക്കടുത്ത്. അന്ന് താമസിച്ചിരുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിൽ 13th സ്ട്രീറ്റിലെ 70 നമ്പർ ക്വാർട്ടേഴ്സിലായിരുന്നു. പിറ്റേ ദിവസം കർത്താവ് 83 സെപ്റ്റംബർ 30 ഞാൻ കണ്ട് എൻ്റെ അനുഭവം അവരോട് പറഞ്ഞു. ഇന്ന മതിയാണ്, കർത്താവിനെ കണ്ടു, കർത്താവ് വഴി നടത്തുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, വേറെ ആസ്തിയൊന്നുമില്ല. പോയാൽ കേസ് കൊടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കേസിലൊന്നും പോകത്തില്ല, അതുകൊണ്ട് എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ കാര്യം നടക്കുന്ന പക്ഷേ ഒക്ടോബർ 27 നടക്കുമെന്ന്. അങ്ങനെ ഒക്ടോബർ 15 എൻഗേജ്മെൻറ്റും 83 ഒക്ടോബർ 27 എൻ്റെ വിവാഹം നടന്നു. ദൈവത്തിൻ്റെ അത്യന്ത കൃപയാൽ 34 വർഷം ഞങ്ങൾ ഒന്നിച്ച് കേരളത്തിലെ 14 ജില്ലകളിലും കർത്താവ് അയച്ച സ്ഥാനങ്ങളിലൊക്കെയും കടന്നു ചെന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം എളിയവരോടും വലിയവരുമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരോടും സുവിശേഷം പറയാനുള്ള ഭാഗ്യം ദൈവം നൽകി തന്നു. അനേക ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകി തന്നു. ട്രെയിനിൽ തലവെച്ച് മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോയ വ്യക്തിയെപ്പോലെ ആ സ്പോട്ടിൽ കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ സുവിശേഷം പറഞ്ഞ് ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനും എന്നാൽ അവരെല്ലാം കർത്താവിൻ്റെ വലിയ സന്തോഷത്തോടെ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഭാര്യയുടെ പേര് ആനന്ദമല്ലി കുഞ്ഞമ്മ എന്നാണ്. ഒരു കർത്താക്കന്മാർ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നതും പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ തിരുവചനം പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞതും. എന്നാൽ ഡോക്ടർ എബ്രഹാം സാറോടെ അടുത്ത പ്രിൻസിപ്പളായിരുന്നു. അങ്ങനെ കൃപയാലെ തലമുറകളെ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞതായിരുന്നു. എന്നാൽ കർത്താവിനോട് പറഞ്ഞ് ആദ്യത്തെ പ്രഗ്നൻ്റ് ആയ സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാകും, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് ഡോക്ടർ ഇന്ദിരാദേവി ലക്ഷ്മി ഹോസ്പിറ്റലിലെ പെരുമ്പാവൂർ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപയാൽ അനേക ദൈവദാസന്മാർ ദൈവമക്കൾ ഉപസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തികച്ച ആരോഗ്യവതിയായി 8 മാസവും ഒരാഴ്ച ആയില്ല അതിന് മുൻപ് ഒരു പെൺകുഞ്ഞിനെ ദൈവം നൽകി തന്നു. ദൈവഭയത്തിലും ദൈവഭക്തിയിലും വളർത്തുവാൻ തക്കണിടയായി തീർന്നു. രണ്ടാമത്തെ കുഞ്ഞ് വിലങ്ങര കിടക്കായിരുന്നു, അമ്മയും കുഞ്ഞും മരിച്ചു പോകുന്ന. അന്ന് ഞങ്ങൾ തൃശ്ശൂർ ആൽപ്പാറയ്ക്ക് അടുത്താണ് താമസിക്കുന്നത്. പേച്ചിയിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, കർത്താവ് തന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കും, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആൽപ്പാറ IPCയിലെ പാസ്റ്റർ CC ചാക്കോ, ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിലെ KJ ഫിലിപ്പ്, അതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ജോണിക്കുട്ടി പാസ്റ്ററെല്ലാം ഞങ്ങൾ സഭാ വ്യത്യാസം കൂടാതെ ഒന്നിച്ച് ദൈവസന്നിധിയിൽ മുഴുരാത്രി ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനൊരു മകനെയും ദൈവം നൽകി തന്നു. കൃപയാൽ അവരെ ദൈവഭയത്തിലും ദൈവഭക്തിയിലും വളർത്തുവാനും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാനുള്ള ഭാഗ്യമെല്ലാം ദൈവം നൽകി തന്നു. ദൈവത്തിന് സമയമായപ്പോൾ പ്രിയമകൾ പറഞ്ഞു, സുവിശേഷ വേലയാണ് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ BA ലിറ്ററേച്ചർ BD കഴിഞ്ഞ സമയത്ത് അവളുടെ വിവാഹം നടക്കുവാൻ തക്കണിടയായി തീർന്നു. കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എന്നാൽ എൻ്റെ വരുമാനം ശാരീരികമായി അസ്വസ്ഥതയാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തിലധികമായി. എങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഈ സൺഡേയിൽ ആരാധന നടത്തുവാൻ തക്കണോ അദ്ദേഹത്തെ ദൈവം ബലപ്പെടുത്തി. അദ്ദേഹത്തിന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു തലമുറയെ ദൈവം നൽകി തന്നു. പ്രിയ മകനുള്ള ബന്ധത്തിലും മകൻ എപ്പോഴും ചോദിക്കുന്നത്, പപ്പായുടെ ജോലിയല്ല രാജിവെച്ചിട്ടല്ലേ നമ്മൾ ഇത്രയൊക്കെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത്, അതുകൊണ്ട് ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനതിനൊന്നും പറഞ്ഞില്ല. 2-3 അനുഭവങ്ങൾ പ്രിയമകൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവന് കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ തക്കണ ഇടയായി തീർന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറിപ്പോകുന്നെങ്കിൽ എനിക്ക് അവനിൽ പ്രസാദമില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവവചനം പഠിച്ച് പ്രിയമകനും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. മൂത്ത മകളുടെ പേര് ഫേബ എന്നാണ്, മകൻ്റെ പേര് പ്രൈസ് കർത്താവിന് വേണ്ടി 17ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വചനം പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുവാനും ഇത്രത്തോളം അനേക പ്രതികൂലങ്ങളുടെ പ്രയാസങ്ങളുടെയൊക്കെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ പ്രിയ പൈതലിനെയും ദൈവം ബലപ്പെടുത്തി. ഞങ്ങൾ ആദ്യം 8 പേരായിരുന്നു വിശ്വാസത്തിലുണ്ടായിരുന്ന. എൻ്റെ അമ്മ 24 വർഷം എൻ്റെ ഓൺ ബ്രദറിന് വേണ്ടി ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും സന്തോഷവുമാണ് എന്നുള്ള ദൈവവചനം എനിക്ക് വ്യക്തമായി കർത്താവ് മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവെ എൻ്റെ അമ്മയെ എനിക്ക് നീ അവകാശമായി നൽകി തന്നു, നിത്യത്തിൽ വിശ്രമിക്കുന്നു എൻ്റെ ജ്യേഷ്ഠനെയും എനിക്ക് അവകാശമായി തരണമെന്ന് പറഞ്ഞു.
കർത്താവിനോട് ക്ലെയിം ചെയ്തതുകൊണ്ട് കർത്താവ് ഇത് കേട്ടു. 2002 രക്ഷിക്കപ്പെട്ടു. 2004 കർത്താവ് ഒരാലോചന 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം ഞാനിപ്രകാരം മക്കൾ പഠിക്കുന്നു, വലിയതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഒരു ഭവനമായിരിക്കുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കർത്താവ് പ്രേരണ എന്നതുകൊണ്ട് ദൈവസന്നിധി ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായിത്തീർന്നു. 36ാമത്തെ ദിവസം മലബാറിൽ നിന്ന് ഒരു കോള് വന്നു, ഞാൻ നാളെ സ്നാനപ്പെടാൻ പോവുകയാണെന്ന്. 2002 പാസ്റ്റേഴ്സ് കുമ്പനാട് കൺവെൻഷൻ വെച്ച് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, ജ്യേഷ്ഠന് ഞങ്ങൾ സ്നാനപ്പെടുത്തിക്കോട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരനാണ് എന്ന് വിചാരിച്ച് സ്നാനപ്പെടുത്തേണ്ട, ലോകത്തിന് മരിച്ച് ക്രിസ്തുയേശുവിന് വേണ്ടി ജീവിപ്പാൻ പൂർണ്ണമായൊരു തീരുമാനം അദ്ദേഹത്തിനുണ്ടെങ്കിൽ സ്നാനപ്പെടുത്തണമെന്നാണ്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠ വിളിച്ച് പറഞ്ഞപ്പോൾ ഇതേ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ റേഷൻ കാർഡ് വരെ ക്യാൻസൽ ചെയ്യിച്ച് ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞ് എന്നെ ഡിസ്മിസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ആ ജ്യേഷ്ഠനും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ജോലിയുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യാനിടയായിത്തപ്പോൾ 2020 ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം ലോകത്തു നിന്ന് കടന്നുപോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോലും ചോദിക്കായിരുന്നു എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന അവസാനം. അത് പറഞ്ഞ് അതൊന്നും ഭാരപ്പെടേണ്ട, എൻ്റെ കർത്താവാണ് എന്നെ നടത്തുന്നത്. പോകേണ്ട സമയത്ത് എനിക്ക് പോകാനായിട്ടൊരു വാഹനം വരും, ഞാനതിൽ കയറി അങ്ങ് പോകുമെന്ന്. അദ്ദേഹം മരിക്കുന്നത് ബുധനാഴ്ചയാണ്. ആ സൺഡേ വർക്ക്ഷോപ്പിൽ ചന്തക്കുന്ന് IPC ഹോളിൽ വെച്ച് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞെന്ന് അവിടെ ശുശ്രൂഷിച്ചിരുന്ന പാസ്റ്ററെ ഫ്യൂണറൽ സർവീസിന് വന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കടന്നുപോയി. എൻ്റെ ഭാര്യയും ജന്മന അത് അസുഖം കണ്ടുപിടിച്ചത് 2016 പല അസുഖങ്ങൾ വന്നെങ്കിലും അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. ഒരു മടിയും കൂടാതെ ഏത് കുന്നും മലകളും കയറാൻ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് എന്ത് ഇപ്പോൾ ജന്മന ചെറുതായിരുന്നു. അത് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 2016 കണ്ടുപിടിച്ചത്. ആദ്യം ഈ അസുഖം വന്ന സമയത്ത് പൊയ്യാനുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പുനലൂരിൽ. അപ്പോൾ അവിടെ നോക്കി പ്രിയ മക്കൾ കൂടെ ഉണ്ടായിരുന്നു. അവർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഏത് സമയം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ മകനെ വിളിച്ച് പറഞ്ഞു, ഞാനൊന്ന് ബഹറിലെ സുവിശേഷ യോഗത്തിന് പോയിരിക്കുന്ന സമയമാണ്. വിളിച്ച് പറഞ്ഞപ്പോൾ ഉടനെ വരുവാനും തുടർന്ന് നോക്കിയിട്ട് മധു പൗലോസ് ചാണ്ടി എന്ന ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 2018 പോകുന്ന സമയം പറഞ്ഞിട്ട് 3ാമത്തെ അറ്റാക്ക് വന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്, കർത്താവിൻ്റെ ദൂതന്മാരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രകാരം പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞ് മമ്മി അങ്ങോട്ട് വന്നാൽ മതി. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും പറഞ്ഞു കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ ഒരു അറ്റാക്ക് വരാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. പിറ്റേ ദിവസം രാവിലെ ജൂൺ 7 രാവിലെ 3:31 കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. എൻ്റെ ഭാര്യയുടെ അമ്മയും വളരെ ക്ലേശം സഹിച്ച് കർത്താവിന് വേണ്ടി നിലനിന്നാണ്. അനേക എതിർപ്പുകളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ അമ്മ ഈ 2 പെൺമക്കളും വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു. അവർ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അമ്മയും 76 സ്നാനപ്പെട്ടെങ്കിലും 91 ഫെബ്രുവരിയിലാണ് അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. പോകുന്ന സമയം വരെ പറഞ്ഞേച്ച് നവംബർ 1 നിത്യതയിലേക്ക് പ്രവേശിച്ചു. വീണ്ടും തമ്മിൽ കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. മാത്രമല്ല ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ഭ്രമിച്ചു പോകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയല്ല, എന്നെയും എന്നെ അയച്ച പിതാവിലും വിശ്വസിപ്പിൻ എന്ന കർത്താവ് പറഞ്ഞു. ഞങ്ങളൊക്കെയും പരസ്യങ്ങളും മറ്റുമൊക്കെ വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ വക്താവല്ല, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കും. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും കടഭാരങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, മാനസിക രോഗങ്ങളാകട്ടെ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ തക്കണം കർത്താവ് വിശ്വസ്തനാണ്. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. എന്നാൽ അവയിൽ നിന്നൊക്കെയും യഹോവ അവനെ വിടുവിക്കുന്നു. ദൈവം തൻ്റെ മുഖഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉരുവാകുന്നതിന് മുൻപേ കർത്താവായ ക്രിസ്തുയേശു പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടെ ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. ദൈവത്തിൻ്റെ സമയമായപ്പോൾ യോഹന്നാൻ 3:16 ഇപ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു.
പണ്ഡിത, പാമര, കുബേര, കുചേല, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമന്യേ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുത്തു. ഈ കർത്താവ് സകല പാപത്തെയും ശാപത്തെയും മരണത്തെയും അതിജീവിച്ച് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ റോമാ ഗവൺമെൻറ്റിൻ്റെ കല്ലറ തകർത്തുകൊണ്ട് ജീവനോട് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല എന്ന്. ലോകത്തിലെ എല്ലാ മഹാന്മാരും ഒരുപോലെ കല്ലറകൾ വിശ്രമിക്കുമ്പോൾ കർത്താവ് ക്രിസ്തുയേശു തിരുവെഴുത്തിലും പ്രകാരം ജീവനോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടൊന്നിച്ച് വസിച്ച, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് തൻ്റെ നീതിയുള്ള വലങ്കരത്തിൽ നമ്മെ വഹിച്ച്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ഭ്രമിച്ചു പോകരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ഒരുത്തനും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നുകൂടെ കർത്താവ്. എനിക്ക് പറയുവാനുള്ളത്, ദൈവികമായ സമാധാനം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി സത്യനമസ്കാരികൾ ആ മലയിലുമല്ല യെരുശലേമിലുമല്ല, പിതാവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. സത്യനമസ്കാരികളായി തീർന്ന് കർത്താവിൻ്റെ വചനത്തിൽ പ്രത്യാശയോടുകൂടെ ജയിപ്പാൻ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവജനത്തെയും, ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 45 വർഷവും കർത്താവ് അയച്ച സ്ഥാനങ്ങളിലെല്ലാം വിശ്വസ്തയോടുകൂടെ നിലനിൽപ്പാൻ, കർത്താവിൻ്റെ വചനം അറിയിപ്പാനുള്ള ഭാഗ്യം കർത്താവ് നൽകി തന്നു. തുടർന്ന് കർത്താവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്ന ഈ സമയങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ മാനിച്ച്, കർത്താവിൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും നിയോഗങ്ങളും പ്രമാണിച്ചനുസരിച്ച് ജീവിച്ചാൽ ദൈവികമായ സമാധാനം നമുക്ക് ലഭിക്കും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ക്രിസ്തുയേശുവിനെ അറിയണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്കും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടുകൂടെ നിലനിൽപ്പാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുമാറാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ അപ്പസ്തനായ കാലേബ് പറയുന്നത്, ഇറങ്ങിത്തിരിച്ച നാളിലെ പോലെ തന്നെ ആരോഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നിട്ടുണ്ടെന്ന്. കൃപയാൽ 71-ാമത്തെ വയസ്സിലും കർത്താവ് അയക്കുന്ന സ്ഥാനത്തൊക്കെയും കടന്നു ചെന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തി. അത്രത്തോളം ശ്രദ്ധയോടുകൂടെ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നാം ക്രിസ്തുയേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുയേശുവിനോട് ചേരുവാൻ വിശ്വാസ സ്നാനം പ്രാപിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഞങ്ങളൊന്നും മതമാറ്റത്തിൻ്റെ ആൾക്കാരല്ല. യേശുക്രിസ്തുവിനെ ഏക സത്യദൈവമായിട്ട് വിശ്വസിക്കുക, ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുക. അങ്ങനെ സത്യനമസ്കരികളെ അന്വേഷിച്ച് അവരുടെ മധ്യത്തിൽ കടന്നു വന്ന് അവരോടൊന്നിച്ച് വസിക്കുന്ന കർത്താവിൻ്റെ മകനായി തീരുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. കർത്താവിൽ പ്രത്യാശയോട് കൂടെ വെച്ച ഞങ്ങളിൽ നിന്ന് 4 പേര് നിത്യതയിലേക്ക് കടന്നു പോയെങ്കിലും വീണ്ടും എനിക്ക് 4 കൊച്ചുമക്കളെ ദൈവം നൽകി തന്നു. ഞങ്ങളെ കർത്താവിൽ പ്രത്യാശയോടുകൂടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത്, ക്രിസ്തുയേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുക. കർത്താവിൻ്റെ അടുക്കൽ പ്രത്യാശയോടുകൂടി മറ്റുള്ളവരെ ഒരുക്കിക്കൊണ്ട് നമുക്ക് സ്വയം ഒരുങ്ങി മുൻപോട്ട് ജീവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ അടിയാൻ കൂടി തിരുവചനം കേട്ട വ്യക്തി ജീവിതങ്ങളുടെ മേലെ, അടിയാൻ്റെ സാക്ഷ്യം കേട്ട വ്യക്തി ജീവിതങ്ങളുടെ മേലെ അത് വിശ്വാസമായി പരിണമിച്ച് ദൈവമക്കളായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ മുഖാന്തരങ്ങളെയും ഇതിനുവേണ്ടി അത്യുദാനം ചെയ്ത കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം അങ്ങേക്കിരിക്കട്ടെ. കർത്താവ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.